2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരേ ഒരു ഭൂമി. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5-നാണ് ആഘോഷിക്കുന്നത്. സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിലാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗമാണ് ഐക്യരാഷ്ട്രസഭയെ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചത്. 2022 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സ്വീഡൻ. ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതിൻ്റെ 50-ാം വാർഷികം ആചരിക്കുന്നത് എന്നാണ്? 2022 ജൂൺ 5. 2021 ലോക പരിസ്ഥിതി ദിന പ്രമേയം എന്തായിരുന്നു? ആവാസ വ്യവസ്ഥയുടെ പുനരുദ്ധാരണം. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം പാകിസ്ഥാനായിരുന്നു. 2020 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ജൈവ വൈവിധ്യം. 2020 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം കൊളംബിയ ആയിരുന്നു. 2019 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? വായു മലിനീകരണത്തെ പ്രതിരോധിക്കുക. 2019 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ചൈനയാണ്. സ്വന്തമായി ജലനയം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? മേഘാലയ. ഇന്ത്യയിൽ മൃഗങ്ങൾക്കായുള്ള ആദ്യ യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റ്. പ്രകൃതി വാതകത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി. മെഡിക്കൽ ആവശ്യങ്ങൾക്കായുള്ള കഞ്ചാവ് കൃഷി നിയമപരമായി അനുവദിച്ച ആദ്യ അറബ് രാജ്യം ഏതാണ്? ലെബനൻ. 2020 ഒക്ടോബറിൽ ഷിപ്പിംഗ് മേഖലയിലെ പ്രഥമ പരിസ്ഥിതി സൗഹൃദ ഹരിത കമ്പനി എന്ന ബഹുമതി കരസ്ഥമാക്കിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി പരുത്തിച്ചെടി മുളപ്പിച്ച രാജ്യം ഏതാണ്? ചൈന. ലോകത്ത് ആദ്യമായി കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം? ബ്രിട്ടൻ. രണ്ടാമത്തെ രാജ്യം അയർലാൻഡ്. വനങ്ങളെ ജീവനുള്ള വിഭാഗമായി പ്രഖ്യാപിച്ച രാജ്യം? എൽ സാൽവദോർ. വെട്ടുക്കിളികളുടെ ആക്രമണം മൂലം 2020 ഫെബ്രുവരിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം? പാകിസ്ഥാൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള പ്രവർത്തനത്തിന് UN പുരസ്കാരം സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ്? ഇൻഫോസിസ്. ലണ്ടൻ ആസ്ഥാനമായുള്ള പരിസ്ഥിതി മാസികയായ നേച്ചറിന്റെ മികച്ച യുവശാസ്ത്രജ്ഞനുള്ള 2020 പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? രോഹിത് ബാലകൃഷ്ണൻ. മികച്ച പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കായി ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ ഏർപ്പെടുത്തിയ പുരസ്കാരം? എർത്ത് ഷോട്ട് അവാർഡ്. 128ാമത് കോമൺവെൽത്ത് പോയിന്റ്സ് ഓഫ് ലൈറ്റ് അവാർഡിന് അർഹനായ ആസാമിലെ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ജാദവ് പയേങ്. ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി? ജാദവ് പയേങ്. 2019 മിസ് എർത്ത് വിജയ്? മെല്ലേസ് പിമെന്റൽ. പാരിസ്ഥിതിക അവബോധം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാർഷിക അന്തർദേശീയ പരിസ്ഥിതി പ്രമേയ സൗന്ദര്യ മത്സരമാണ് മിസ് എർത്ത്. മത്സരം ഏർപ്പെടുത്തിയ വർഷം 2001 ആണ്. ഈ മത്സരത്തിന്റെ ആപ്തവാക്യം ബ്യൂട്ടി ഫോർ എ കോസ് എന്നാണ്. മിസ് എർത്ത് നേടിയ ആദ്യ ഇന്ത്യൻ വനിത 2010 നിക്കോൾ ഫാരിയയ്ക്കായിരുന്നു. എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 168. ദേശാടന ജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഐക്യരാഷ്ട്ര കൺവെൻഷന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്.
ഭൂമി ശവക്കോട്ടയാകുന്ന കാലം ആരുടെ രചനയാണ്? ആനന്ദ്. കേരളത്തിൽ ആദ്യമായി പച്ചത്തുരുത്ത് നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ ഏതാണ്? പാങ്ങോട് പോലീസ് സ്റ്റേഷൻ. 2019 നവംബറിൽ ജലസംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്ത ഡോക്യുമെന്ററി ഫിലിം ഏതാണ്? ശിഖർ സെ പുക്കർ. ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ 2019 തിരഞ്ഞെടുക്കപ്പെട്ട സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഗ്രേറ്റ തുൻബർഗ്. പ്രശസ്ത സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തുൻബർഗിന്റെ ജീവിതം ആസ്പദമാക്കി ബിജീഷ് ബാലകൃഷ്ണൻ രചിച്ച പുസ്തകമാണ് നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമുള്ള ജഡായു നേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചടയമംഗലം. രാജീവ് അഞ്ചലാണ് ഈ ശില്പത്തിന്റെ ശില്പി. ജഡായു എർത്ത് സെന്ററിന്റെ പ്രഥമ ജഡായു സ്മൃതി പുരസ്കാരത്തിന് അർഹനായത് നെടുമുടി വേണു ആയിരുന്നു. ജഡായു നേച്ചർ പാർക്കിന്റെ ബ്രാൻഡ് അംബാസിഡർ സുരേഷ് ഗോപിയാണ്. പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ചർക്ക അനാവരണം ചെയ്ത നഗരം? ഉത്തർപ്രദേശിലെ നോയിഡ. കടുവ സംരക്ഷണ സേന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. തമിഴ്നാടിന്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ്? തമിഴ് യോമൻ. കേരളത്തിൽ 18ാമതായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിൽ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വന്നത് എവിടെയാണ്? ചിന്നക്കനാൽ. കേരളത്തിൽ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? കൊടുമൺ. 2019 നവംബറിൽ ഹരിത ഭവനം പദവി ലഭിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓമല്ലൂർ, പത്തനംതിട്ട. 2020 സെപ്റ്റംബറിൽ എക്സ്റ്റിങ്ഷൻ റിബല്യൻ എന്ന സംഘടന പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയത് എവിടെയാണ്? ലണ്ടൻ. ശുദ്ധജലത്തിൽ വസിക്കുന്ന ആമകൾക്ക് വേണ്ടിയുള്ള ആദ്യ പുനരധിവാസ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനം? ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ പക്ഷിക്കൂട് നിലവിൽ വന്ന ഉദ്യാനം? വീർ മാത ജിജാബായ് ഭോസ്ല ഉദ്യാൻ ആൻഡ് മൃഗശാല, മുംബൈ. 2020 ഡിസംബർ 23 അന്തരിച്ച പരിസ്ഥിതി സംരക്ഷണത്തിൽ മുന്നണി പോരാളിയായിരുന്ന കവയിത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി? നാട്ടുമാന്തോപ്പുകൾ. 2021 ജനുവരിയിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പേര് മാറ്റി കമലം എന്നാക്കി മാറ്റിയ സംസ്ഥാനം? ഗുജറാത്ത്. 2020 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ച കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? മതികെട്ടാൻ ചോല. പട്ടികവർഗ ജനവിഭാഗങ്ങളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനും അതുവഴി അവരുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും പുരോഗതി ഉറപ്പുവരുത്താനുമായി ആരംഭിച്ച പദ്ധതി? ഹരിതരശ്മി. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ കേന്ദ്രം ആരംഭിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം. വിഷവിമുക്ത പച്ചക്കറി വ്യാപിക്കുന്നതിനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതി? ജീവനി. നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്നതാണ് ജീവനിയുടെ ആപ്തവാക്യം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകരുവാനും കൃഷിപ്പാഠ വിഷയത്തിന്റെ ഭാഗമാക്കുവാനും പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതി? പാഠം 1 പാടത്തേക്ക്. ഇന്ത്യയിൽ ആദ്യമായി പ്രാണികളുടെ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കോയമ്പത്തൂർ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരസഭയിൽ എത്തിക്കുന്നവർക്ക് പകരമായി ഭക്ഷണ പാക്കറ്റ് നൽകുന്ന പ്ലാസ്റ്റിക് തരൂ ഭക്ഷണം തരാം എന്ന പദ്ധതി ആരംഭിച്ച ജില്ല? മലപ്പുറം. 2020 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച്
ഇന്ത്യയിലെ നഗരവനങ്ങൾ വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി നഗർ വൻ പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദനമര മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? മൈസൂർ. 2020 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 1.09 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതായിരുന്നു? ഭൂമിക്ക് കുട ചൂടാൻ 1 കോടി മരങ്ങൾ.